ധനകാര്യ മേഖലയിലും സാമൂഹിക സേവന രംഗത്തും നിരവധി അന്താരാഷ്ട്രവും അതോടൊപ്പം തന്നെ ദേശീയവുമായിട്ടുള്ള പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വളർച്ചകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ദൗത്യങ്ങളെക്കുറിച്ചും സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറും അതോടൊപ്പം തന്നെ ചെയർമാനുമായ ഡോക്ടർ വിപിൻദാസ് കടങ്ങോട്ടാണ്. നമസ്കാരം സർ. ധനലക്ഷ്മി ഗ്രൂപ്പ് ഇന്ന് ധനകാര്യ മേഖലയിൽ മാത്രമല്ല സാമൂഹിക സേവന രംഗത്തും വളരെ വ്യക്തമായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര കൈവരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വലിയ വിജയയാത്രയിലേക്കുള്ള പ്രചോദനം എന്തായിരുന്നു? തീർച്ചയായിട്ടും 2020 ആഗസ്റ്റ് 24 ധനലക്ഷ്മി ഹെയർ പ്രൊജക്ട്സ് ആൻഡ് ലീസ് ലിമിറ്റഡ് എന്ന ഈ ബാങ്കിതര ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഒരു തുടക്കം. നമുക്കറിയാം, കോവിഡ് എന്ന മഹാമാരി ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു മഹാമാരി പടർന്നു വന്നിരിക്കുന്ന ആ ഒരു സമയത്താണ് ധനലക്ഷ്മി ഗ്രൂപ്പിൻ്റെ ആ ഒരു തുടക്കം. ഈ ചുരുങ്ങിയ 5 വർഷ കാലയളവിൽ ഇന്ന് കേരളം കൂടാതെ 10 സംസ്ഥാനങ്ങളിൽ ധനലക്ഷ്മിയുടെ ശാഖകൾ വ്യാപിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ധനലക്ഷ്മി ഗ്രൂപ്പിന് സാധിച്ചു. തീർച്ചയായിട്ടും കൂടെ നിൽക്കുന്ന മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ധനലക്ഷ്മി ഫാമിലിയായി കണക്കാക്കുന്ന ഞങ്ങളുടെ ജീവനക്കാരുടെയും ഒരു വിജയമാണ് ഈ ഒരു ജൈത്രയാത്രയുടെ പിന്നിൽ. സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോവിഡ് ടൈമിലൊക്കെ ഒത്തിരി ക്രൈസിസ് നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ സാറിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രചോദനം എന്തായിരുന്നു? തീർച്ചയായിട്ടും കൂടെ നിൽക്കുന്ന ഒരു ദൈവാനുഗ്രഹം, പിന്നെ കൂടെ നിൽക്കുന്ന ശക്തമായി കൂടെ നിൽക്കുന്ന സഹോദരരായിട്ടുള്ള മാനേജ്മെൻറ്റ്, ആ കാലഘട്ടത്തിൽ ഒപ്പമുണ്ടായിരുന്ന ജീവനക്കാർ, അവരായിരുന്നു ആ മുന്നോട്ടുള്ള ഒരു തുടക്കം. അതായത് നമ്മളൊരു ബ്രാഞ്ചിൽ നിന്ന് തുടങ്ങി ആ വർഷത്തിൽ തന്നെ 2020 ഡിസംബർ 31 ഗുരുവായൂർ, ഇരിഞ്ഞാലക്കുട, 3 പീടിക, ചാലക്കുടി എന്നീ 4 സ്ഥലങ്ങളിലായിട്ട് ധനലക്ഷ്മിയുടെ 4 ശാഖകൾ ഒരേ ദിവസം ഒരേ സമയത്ത് തുടങ്ങുവാനായിട്ട് നമുക്ക് സാധിച്ചു. കൂടാതെ തന്നെ നമുക്കറിയാം, വാക്സിൻ അതിൻ്റെ ആ കാലഘട്ടത്തിൽ ഏകദേശം ഒരു 50-55ഓളം ജീവനക്കാർ നമുക്കുണ്ടായിരുന്നു. അവർക്കുള്ള വാക്സിൻ അത് നൽകിയത് കമ്പനിയായിരുന്നു. അതുപോലെ തന്നെ അവർക്കുള്ള ആ കാലഘട്ടത്തിലുള്ള കിറ്റുകളും മറ്റുള്ള എല്ലാ സഹായങ്ങളും ധനലക്ഷ്മി ഗ്രൂപ്പിന് നൽകുവാനായിട്ട് ജീവനക്കാർക്ക് സാധിച്ചു. അപ്പോൾ ആ ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ജൈത്ര അല്ലെങ്കിൽ മുന്നേറ്റമാണ്, അല്ലെങ്കിൽ ചേർത്ത് നിൽപ്പാണ് ആ കോവിഡിനെ നമുക്ക് അതിജീവിക്കുവാനും അതോടൊപ്പം തന്നെ മുന്നോട്ട് യാത്ര ചെയ്യാനും സാധിച്ചത്. പിന്നെ വലിയൊരു വാർത്തയായിരുന്നു, തൃശ്ശൂർ 50 യുവതികളുടെ സമൂഹ വിവാഹം നടത്തി. ആ ഒരു സമൂഹ വിവാഹം ഇന്ന് എത്തി നിൽക്കുന്നത് 216 ആദിവാസി യുവതിയുവാക്കളുടെ സമൂഹ വിവാഹത്തിലാണ്. അപ്പോൾ വലിയൊരു കാര്യമാണ് തീർച്ചയായിട്ടും. ഇതിന് പുറകിലെ പ്രചോദനം എന്താണ്? 2020 ഈ ധനലക്ഷ്മി അലി ഗ്രൂപ്പ് തുടക്കം 2020 ആഗസ്റ്റിൽ തുടക്കത്തിൽ തന്നെ ഞങ്ങളുടെ മാനേജ്മെൻ്റ് ഒരു ആഗ്രഹമായിരുന്നു, ആദ്യ വാർഷികം വടക്കുന്നാഥൻ്റെ മണ്ണിൽ ഒരു 25 ജോഡി ആളുകളുടെ സമൂഹ വിവാഹം നടത്തുക എന്നുള്ളത്. നമുക്കറിയാം, ആ കോവിഡിൻ്റെ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ആ ഒരു ആഗ്രഹം നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് 2021 വാർഷികം നമ്മുടെ ഉപഭോക്താക്കൾ, അന്ന് ഏകദേശം 3000ഓളം ഉപഭോക്താക്കൾ ധനലക്ഷ്മി ഗ്രൂപ്പിനുണ്ടായിരുന്നു. ആ ഉപഭോക്താക്കൾക്കുള്ള ഓണക്കിറ്റുകൾ നൽകിക്കൊണ്ടും നമ്മുടെ ജീവനക്കാർക്കുള്ള ഓണക്കോടിയും ഓണക്കിറ്റുകൾ നൽകിക്കൊണ്ടാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് 1-ാം വാർഷികം ആഘോഷിക്കുന്നത്. 2022 ഞങ്ങൾ ആ മാറ്റിവെച്ച സ്വപ്നം വടക്കുന്നാഥൻ്റെ മണ്ണിൽ തെക്കിങ്കാട് മൈതാനത്ത് 56,000 സ്ക്വയർ ഫീറ്റിലുള്ള പന്തലിൽ വിവിധ മേളവാദ്യ താളഘോഷയാത്ര അകമ്പടിയോടുകൂടി വധൂവരന്മാർക്കുള്ള വിവാഹ വസ്ത്രം, താലി, മാല, വിവാഹമോതിരം, അവർക്കുള്ള ഒരു മാസത്തേക്കുള്ള പലവ്യഞ്ജനം, അതുപോലെ തന്നെ അവർക്കുള്ള ഹണിമൂൺ ട്രിപ്പ്, ഇവ നൽകിക്കൊണ്ടാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് ആ ഒരു വലിയ സമൂഹ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചത്. തീർച്ചയായിട്ടും ധനലക്ഷ്മിയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വലിയൊരു പ്രചോദനമായിരുന്നു ആ ഒരു സമൂഹ വിവാഹം. അതിനുശേഷമാണ് നമുക്ക് 2023 ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇനാഗ്രേഷൻ ഡിസംബർ 31 നടക്കുന്ന ആ സമയത്ത് ഞങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി, 100 ബ്രാഞ്ച് തികയുന്ന ദിവസം 100 ജോഡി ആദിവാസി യുവതിയുവാക്കളുടെ വിവാഹം നടത്തുമെന്ന്. ആ ഒരു വാഗ്ദാനം 2024 മാർച്ച് 25 ശ്രീ പത്മനാഭൻ്റെ മണ്ണിൽ പൗർണമിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ 108 ജോഡി, അതായത് 216 ആദിവാസി യുവതിയുവാക്കളുടെ വിവാഹം അതിഗംഭീരമായി നടത്താൻ സാധിച്ചു. എനിക്കുള്ളത് 8 ഊരിൽ നിന്നായി. അതിലെടുത്ത് പറയാവുന്നത് സത്യമംഗലമാണ്. നമ്മുടെ വീരപ്പൻ്റെ നാട്ടിൽ നിന്ന് തന്നെ 28 ജോഡി നമുക്ക് ആദിവാസി യുവതിയുവാക്കളുടെ ആ ഒരു ഇത് നമുക്ക് അവരുടെ, അതായത് അതാത് ഊരിൽ
ഈ അവിടുത്തെ ആദിവാസി മൂപ്പന്മാരും അതുപോലെ അവിടുത്തെ ആ സാമൂഹിക നേതാക്കന്മാർ അല്ലെങ്കിൽ അവരടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ സമൂഹ വിവാഹ നിശ്ചയം അത് ഊരിൽ നടത്തുവാനായിട്ട് ധനലക്ഷ്മി ഗ്രൂപ്പിന് സാധിച്ചു. അതിനുശേഷം ആ വിവാഹത്തിൻ്റെ 2 നാൾ മുന്നേ എല്ലാ ഊരിൽ നിന്നും വാഹന ഗതാഗത സൗകര്യം നമ്മൾ ഏർപ്പാടാക്കിക്കൊണ്ട് അവരുടെ ഫാമിലി അടക്കം ഒരു 600-700ഓളം ആളുകളെ നമ്മൾ വാഹന സൗകര്യത്തോടു കൂടി ശ്രീ പത്മനാഭൻ്റെ മണ്ണിൽ കൊണ്ടുവരികയും അവർക്കുള്ള താമസ സൗകര്യം ഉൾപ്പെടെ എല്ലാം ധനലക്ഷ്മി ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് തലേ ദിവസം ശ്രീ പത്മനാഭൻ്റെ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അതുപോലെ തന്നെ അവിടുത്തെ തമ്പുരാട്ടിയുടെ അനുഗ്രഹം മേടിച്ചു കൊടുത്തുകൊണ്ടാണ് പിറ്റേ ദിവസം ഈ വലിയൊരു സമൂഹ വിവാഹത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അതിലായി നമ്മളുടെ ഗോവ ഗവർണർ ശ്രീ ശ്രീധരൻപിള്ള ജി അവർകൾ, അതുപോലെ തന്നെ ശശി തരൂർ അവർകൾ, രാജീവ് ചന്ദ്രശേഖർജി, ഫിലിം ആക്ടർ ദിലീപ്, അങ്ങനെ നിരവധി ആളുകളുടെ മഹനീയ സാന്നിധ്യം ആ സമൂഹ വിവാഹത്തിനുണ്ടായി. അതുപോലെ തന്നെ അവർക്കും നമ്മൾ വിവാഹ വസ്ത്രം, താലി, മാല, വിവാഹമോതിരം, അതുപോലെ തന്നെ അവർക്കുള്ള ഒരു മാസത്തെ പലവ്യഞ്ജനം ഇവ നൽകിക്കൊണ്ട് ആണ് ആ വിവാഹം നമ്മൾ നടത്തിയത്. അതുപോലെ തന്നെ അവരെ എല്ലാം ചടങ്ങും കഴിഞ്ഞുകൊണ്ട് തിരിച്ച് അവരുടെ ഊരിലേക്ക് എത്തിച്ച് അല്ലെങ്കിൽ അവരെ സുരക്ഷിതമായി തിരിച്ച് ആക്കിക്കൊണ്ടാണ് ആ ഒരു സമൂഹ വിവാഹത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ധനലക്ഷ്മിയുടെ ആ ഒരു വാഗ്ദാനം നിറവേറ്റപ്പെട്ടത്. വലിയൊരു എനിക്ക് തോന്നുന്നത് ലോകത്തിൽ അല്ലെങ്കിൽ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആദിവാസി യുവാക്കളുടെ ഒരു വലിയ സമൂഹം നടത്തുവാനായി ധനലക്ഷ്മി ഗ്രൂപ്പിന് സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും സമൂഹ വിവാഹം എന്ന് പറയുന്നത് വലിയൊരു കൺസെപ്റ്റാണ്, വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് എത്തിച്ചേർന്ന് അതിനുള്ളൊരു പ്രചോദനം എന്താണ്? നമ്മുടെ തുടക്കം മുതലേ ഞങ്ങളുടെ മാനേജ്മെൻ്റ് എടുത്തൊരു തീരുമാനമാണ്, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് ഒരു ഓഹരി ഈ സാമൂഹിക സേവന അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ചിലവാക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം, പിന്നിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ പല ആളുകളും ചെയ്തു വരുന്നതാണ്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ആ ആളുകൾക്ക് ഗുണകരമാകുന്നതും മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നതും. അതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും ധനലക്ഷ്മിയുടെ ഓരോ വർഷം ആഘോഷിക്കുന്ന ആ വേളയിൽ വ്യത്യസ്തമായിട്ടുള്ള ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ധനലക്ഷ്മി ഓരോ വർഷവും ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ആഗസ്റ്റ് 24-ാം തീയതി 5ാം വർഷം ആഘോഷിക്കുമ്പോഴും നമ്മൾ 10 പദ്ധതികൾക്ക് രൂപം നൽകിക്കൊണ്ടാണ് 5ാം വാർഷികം ആഘോഷിക്കുന്നത്. അതിലെടുത്ത് പറയാവുന്നത്, എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പ് ചെയ്ത 3 അല്ലെങ്കിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ മനസ്സിൽ ഫീൽ തോന്നിയത് ഈ കഴിഞ്ഞ ആഗസ്റ്റ് 24-ാം തീയതി 100 പേർക്ക് കൃത്രിമക്കാൽ നൽകി. അതിൻ്റെ ഒരു തുടക്കം ഇതിൻ്റെ മുകളിൽ ധനവിസ്മയ ഹാളിൽ നമ്മൾ തുടക്കം നിർവഹിക്കുകയുണ്ടായി. അന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനവും അതുപോലെ തന്നെ വിജയദശമി വരുന്ന ഒരു നല്ലൊരു ദിവസമാണ്. ടൗൺ ഹാളിൽ നടന്ന ആ ചടങ്ങിൽ 100 പേർക്കുള്ള കൃത്രിമക്കാലുകൾ നൽകിക്കൊണ്ട് ആ പറയുന്ന കാര്യങ്ങൾ വാഗ്ദാനം നിറവേറ്റാനായി ധനലക്ഷ്മി ഗ്രൂപ്പിന് സാധിച്ചു. ആ കാലുകൾ അതായത് അവർ കാലില്ലാതെ നടന്നു വരുന്ന ആളുകൾക്ക് അവർ കാല് വെച്ചുകൊണ്ട്, ആ കൃത്രിമക്കാൽ വെച്ചുകൊണ്ട് കൈപിടിച്ച് നടത്തുന്നൊരു ഫീല്, അതാണ് എനിക്ക് തോന്നുന്നത് എനിക്കുണ്ടായ ഒരു ഫീല്. അന്ന് തന്നെ നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി, എല്ലാ വർഷവും ആഗസ്റ്റ് 24-ാം തീയതി ധനലക്ഷ്മിയുടെ വാർഷികം ആഘോഷിക്കുമ്പോൾ അത് ലയൺസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ധനലക്ഷ്മി ഗ്രൂപ്പും ചേർന്നുകൊണ്ടാണ് ആ ഒരു വലിയൊരു സത്കർമ്മത്തിന് സാക്ഷ്യം വെച്ചത്. അപ്പോൾ എല്ലാ വർഷവും ഏത് ഡിസ്ട്രിക്ട് ഗവർണർ വന്നാലും ധനലക്ഷ്മി ഗ്രൂപ്പ് 100 കൃത്രിമക്കാലുകൾ നൽകുമെന്ന് അന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇവിടെ നിന്നുള്ള എല്ലാ വർഷവും ധനലക്ഷ്മി ആ ഒരു ഒരു സൽക്കർമ്മം കൂടി ചെയ്യാനായിട്ട് അന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു സ്പെഷ്യലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസം തന്നെ 25 പുതിയ ശാഖകൾ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുക മാത്രമല്ല, 1000ഓളം സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ നൽകി. അതോടൊപ്പം 250 ആട്ടിൻകുട്ടികളെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഹെവി ടെൻഷനായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് സാർ ഈ ഒരു 25 ശാഖകളൊക്കെ അറ്റ് എ ടൈം സെയിം ഡേയിൽ ഓപ്പൺ ചെയ്യുന്നത്? അതിൻ്റെ ഒരു ടെൻഷനൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മറ്റുള്ള ആളുകൾ ചെയ്യാത്ത വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആ കമ്പനിയെ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ 2023 ആഗസ്റ്റ് 24-ാം തീയതി ധനലക്ഷ്മിയുടെ 3ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലായി 25 ബ്രാഞ്ചുകൾ ഒരേ സമയത്ത് ഒരേ ദിവസം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. എല്ലാ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലാണ് ആ ഒരു ചടങ്ങ് നമ്മൾ നിർവഹിച്ചത്. കൂടാതെ തന്നെ അന്ന് കേരളത്തിലെ 14 ജില്ലകളിലെ
ഏകദേശം 10 ഹോട്ടലുകളിലായി ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഞങ്ങൾ നടത്തുകയുണ്ട്. ധനലക്ഷ്മിയുടെ തുടക്കം മുതൽ എല്ലാ വാർഷികത്തിലും ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തി വരുന്നതാണ്. അതിൻ്റെ ഭാഗമായി അന്ന് ഏകദേശം 6000-ഓളം ഇൻവെസ്റ്റേഴ്സ് പങ്കെടുക്കുകയും അവർക്കുള്ള ഓണക്കോടി 6000-ഓളം പേർക്കുള്ള ഓണക്കോടി അന്ന് നൽകുകയും ആ വേദിയിൽ ആ ഹോട്ടലുകളിൽ നടന്ന ആ ചടങ്ങിൽ വെച്ചാണ് 1000-ഓളം തയ്യൽ മെഷീനുകൾ നമുക്ക് കൊടുത്തത്. അതായത് നമുക്കറിയാം സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും അതുപോലെ അവർക്കുള്ള സ്വയം തൊഴിൽ കണ്ടെത്തുക അല്ലെങ്കിൽ അവർക്ക് നൽകുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പദ്ധതിക്ക് നമ്മൾ രൂപം നൽകിയത്. കൂടാതെ അതാത് ബ്രാഞ്ചിൻ്റെ പരിധിയിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 10 കുടുംബങ്ങൾക്ക്, അപ്പോൾ 25 ബ്രാഞ്ചിൻ്റെ പരിധിയിൽ 250 കുടുംബങ്ങൾക്ക് ആട്ടുമുട്ടികൾ നമുക്ക് കൊടുക്കുവാൻ സാധിച്ചു. തീർച്ചയായിട്ടും അത് ധനലക്ഷ്മിയുടെ ഒരു വലിയൊരു നാഴികക്കല്ലായിരുന്നു മുന്നോട്ടുള്ള വളർച്ചയ്ക്ക്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഓരോ വർഷത്തിലും അതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പുതിയ പദ്ധതികൾക്ക് രൂപം നൽകിക്കൊണ്ടാണ് ധനലക്ഷ്മി വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. അതും ധനലക്ഷ്മിക്ക് അല്ലെങ്കിൽ ചെയ്ത പ്രവൃത്തിയുടെ വലിയൊരു അംഗീകാരമായിട്ട് നമ്മൾ ധനലക്ഷ്മി ഗ്രൂപ്പ് കാണുന്നു. ധനലക്ഷ്മി ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിനാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ട് പല സമയത്ത് പ്രവർത്തനങ്ങൾ? തീർച്ചയായിട്ടും. അതായത് നമുക്ക് എടുത്തു നോക്കിയറിയാം, നമ്മൾ ഈ ധനലക്ഷ്മിയുടെ തുടക്കം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവനക്കാർ ഭൂരിഭാഗം സ്ത്രീകളാണ്. അപ്പോൾ ഒരു ജീവനക്കാർക്ക് പുറമെ ഒരു ഫാമിലി കൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന സമയത്ത് അവരുടെ മക്കൾക്കുള്ള പഠനോപകരണങ്ങൾ, അതുപോലെ തന്നെ ഓണമായി കഴിഞ്ഞാൽ ഓണക്കിറ്റ്, ഓണക്കോടി, വിഷു ആണെങ്കിൽ വിഷുക്കിറ്റ്, വിഷു സദ്യ, അതുപോലെ ന്യൂ ഇയർ സെലിബ്രേഷൻ, ക്രിസ്മസ് ആണെങ്കിൽ അതിൽ ക്രിസ്മസ് സെലിബ്രേഷൻ, അതിൽ കേക്ക് കട്ടിയും, ദീപാവലി ആണെങ്കിൽ ദീപാവലിക്ക് സ്വീറ്റ്സ്, അങ്ങനെ എല്ലാ വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ അതൊരു ഫാമിലി ആയിട്ടാണ് ആഘോഷിക്കുന്നത്. കൂടുതൽ ജീവനക്കാരും സ്ത്രീകളാണ്. അപ്പോൾ കൂടുതലും നമ്മൾ അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നത് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്കാണ്. അതൊരു എനിക്ക് തോന്നുന്നത് വലിയൊരു വാല്യൂ ആയിട്ടുള്ള കാര്യമാണ് മറ്റുള്ള ഒരു ധനകാര്യ മേഖലയിൽ വെച്ച് നോക്കുമ്പോൾ ധനലക്ഷ്മി ഗ്രൂപ്പ് ചെയ്തു വരുന്നത്. അതോടൊപ്പം പുരസ്കാരങ്ങളുടെ പട്ടിക നീളുകയാണ്. അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, മഹാത്മാഗാന്ധി എക്സലൻസ് അവാർഡ്, ഈ ഒരു അവാർഡുകളൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ധനലക്ഷ്മി ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളുടെ മികവാണ് പുരസ്കാരങ്ങൾ തേടി വരുന്നത്. നമുക്കറിയാം, നമുക്ക് നാഷണൽ റെക്കോർഡ്, അതുപോലെ തന്നെ ഏഷ്യൻ റെക്കോർഡ്, വേൾഡ് റെക്കോർഡ്, അതുപോലെ തന്നെ അറേബ്യൻ വേൾഡ് റെക്കോർഡ്, സർ പദവി, മഹാത്മാഗാന്ധി എക്സലൻസ് അവാർഡ്, അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ ധനലക്ഷ്മി ഗ്രൂപ്പിനെ തേടിയെത്തിയിട്ടുണ്ട്. ധനലക്ഷ്മി ഗ്രൂപ്പ് ചെയ്യുന്ന സാമൂഹിക അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ഒരു കർത്തവ്യമാണ് നിരവധി പുരസ്കാരങ്ങൾ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം നമ്മളെ തേടിയെത്തുന്നത്. അതായത് ആ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ആയിരിക്കുന്നത് കൊണ്ട് ആ പുരസ്കാരങ്ങൾ വാങ്ങുവാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നു. അല്ലെങ്കിൽ ഒരുപാട് ബഹുമതികൾ കരസ്ഥമാക്കുവാനായി ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് പല രാജ്യങ്ങളിലും പോകാൻ സാധിച്ചിട്ടുണ്ട്. പല പുരസ്കാരങ്ങൾ വാങ്ങുവാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൂടെ നിൽക്കുന്ന തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന സഹോദര തുല്യരായിട്ടുള്ള മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, അവരുടെ കീഴിലായി ജോലി ചെയ്യുന്ന മറ്റ് ജീവനക്കാർ, ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും അല്ലെങ്കിൽ വിജയത്തിൻ്റെയും ഫലമാണ് ഈ ഒരു പുരസ്കാരങ്ങൾ വാങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ വിജിലൻസ് ടീം മെമ്പേഴ്സാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ധനകാര്യ ഇടപാട് നടത്തുന്ന സ്ഥാപനമാകുമ്പോൾ അവിടെ സ്റ്റാഫുകളെ നമ്മൾ നിയമിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പങ്ക് എന്താണ്? ഞങ്ങൾ 3 പേരുമാണ് ധനലക്ഷ്മി ഗ്രൂപ്പിൻ്റെ വിജിലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത്. അദ്ദേഹം അഡ്വൈസറി ബോർഡ് മെമ്പർ കൂടിയാണ് ഇതിൻ്റെ വിജിലൻസിൻ്റെ. ഞാൻ കേരള സ്റ്റേറ്റിലത്തെ വിജിലൻസ് മാറ്റേഴ്സ് നോക്കുന്നു, ഇദ്ദേഹം ഔട്ട്സൈഡ് കേരള വിജിലൻസ് മാറ്റേഴ്സ് നോക്കുന്നു. നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് സ്റ്റാഫ് ഫ്രോഡും അതുപോലെ തന്നെ കസ്റ്റമർ ഫ്രോഡുമാണ്. വളരെ കൂടുതലൊന്നും ഇല്ല, കേസസ് ഇല്ല. ഇപ്പം നിലവിൽ 3 കേസസാണുള്ളത്. 2 കേസ് കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലാണ്, 1 കേസ് കൊടുങ്ങല്ലൂർ. അങ്ങനെ 3 ക്രൈം കേസസാണ് നിലവിലുള്ളത്. എന്നാൽ ഫ്രോഡ്സ് കേസസ് റിപ്പോർട്ട് ചെയ്യല്ല, ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം പലപ്പോഴും ഓഡിറ്റേഴ്സ് ഓരോ ബ്രാഞ്ചസും വിസിറ്റ് ചെയ്യുമ്പോഴാണ്, ഗോൾഡ് എടുത്ത് പരിശോധിക്കുമ്പോഴാണ് അതിൽ പലപ്പോഴും പ്യൂരിറ്റി കുറഞ്ഞത്, അതല്ലെങ്കിൽ സ്പ്യൂരിയസ് ആയിട്ടുള്ള ഗോൾഡ് ഉണ്ടോ എന്നുള്ള കാര്യം. അവരെല്ലാം ക്വാളിഫൈഡ് ആയിട്ടുള്ള അപ്രൈസർ ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാരാണ്, അതിൻ്റെ സർട്ടിഫൈഡ് അപ്രൈസേഴ്സ് കൂടിയാണ്.
അപ്പോൾ അത് കാരണം അക്കാര്യത്തിൽ അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടില്ല. പിന്നെ ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ സ്റ്റാഫിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് അവരുടെ ആൻറ്റിസിഡൻസ് ആണ്. ക്യാരക്ടർ, അതുപോലെ തന്നെ ആൻറ്റിസിഡൻസ്. മുൻപ് വല്ല കേസസിലും ഉൾപ്പെട്ടിട്ടുണ്ടോ, ഈ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ വെക്കാൻ പറ്റുന്ന ആളുകളാണോ ഇവർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ ധനകാര്യ സ്ഥാപനമാകുമ്പോൾ നമുക്ക് പലപ്പോഴും അറിയാമല്ലോ, സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള തിരിമറികൾ നടത്തി കഴിഞ്ഞാൽ അത് പലപ്പോഴും കസ്റ്റമേഴ്സിനെ ബാധിക്കും, സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കാര്യത്തിലുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നോക്കുന്നത് അവരുടെ സ്വഭാവമാണ്. മുൻപ് വല്ല കേസുകളിലുണ്ടോ, ഇത്തരം സ്ഥാപനങ്ങളിൽ വെക്കാൻ പറ്റുന്നതാണോ, അത് തന്നെയല്ല അവരുടെ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ടൊരു ബാക്ക്ഗ്രൗണ്ട് കൂടെ നമ്മൾ അന്വേഷിക്കും. മറ്റു വല്ല സ്ഥാപനങ്ങളുമായിട്ട് ബന്ധമുണ്ടോ, അതല്ല ഈ ഫ്രോഡ്സ് നടത്തിയിട്ടുള്ള, കളവ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് ഒരാളെ എടുക്കുന്നതിന് മുൻപായിട്ട്, ജോലിക്ക് എടുക്കുന്നതിന് മുൻപായിട്ട്. ഫീൽഡ് എൻക്വയറി നടത്തും. നമ്മൾ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്യുന്ന ടൈമിൽ അതിൽ നിയമപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, പ്യൂരിറ്റി സംബന്ധിച്ച കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ എന്താണ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്? വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പങ്ക് എന്താണ്? അല്ല, നമ്മൾ പ്രധാനമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പ്യൂരിറ്റി അപ്രൈസ് ട്രെയിനിങ് കഴിഞ്ഞ ആളുകളാണ് നമ്മുടെ ഓഡിറ്റേഴ്സ്. അവർ എല്ലാ മാസത്തിലും ഒരുപക്ഷെ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ബ്രാഞ്ചസ് വിസിറ്റ് ചെയ്യുന്നു, ഓഡിറ്റ് ചെയ്യുന്നു. പുതിയ ഗോൾഡ് പ്ലെഡ്ജ് ഉണ്ടെങ്കിൽ അതിലെടുത്ത് പരിശോധിക്കുന്നു. അതിൽ സ്പ്യൂരിയസ് ആയിട്ടുള്ള ഗോൾഡ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആക്ഷൻ എടുക്കും. നമ്മൾ കഴിയുന്നതും കസ്റ്റമറെ വിളിച്ച് സംസാരിക്കും. ഒരുപക്ഷെ അവരുടെ അറിവോടെ ആയിരിക്കാം, അല്ലെങ്കിൽ അറിവില്ലാതെ ആയിരിക്കാം ഇത് സ്പ്യൂരിയസ് ആണെന്നുള്ളത്. അപ്പോൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ പരിഹരിക്കും. പരിഹരിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളിൽ പോലീസിന് റിപ്പോർട്ട് കൊടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. ഇവിടെ വളരെ കുറച്ച് ഇൻസിഡൻസേ ഉള്ളൂ. ഏതായാലും കൂടുതൽ ഗോൾഡ് പ്ലെഡ്ജസ് എല്ലാം വരുന്നത് അതർ സ്റ്റേറ്റ്സിലാണ്, കേരളത്തിലുമല്ല. ധനലക്ഷ്മി ഗ്രൂപ്പിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിസ്റ്റർ ബൈജു എസ് ചുള്ളിയിൽ, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ധനലക്ഷ്മി ഗ്രൂപ്പ് സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നതിൻ്റെ കൂടെ തന്നെ സാമൂഹിക സേവന രംഗത്ത് മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് പിന്നിലൊരു മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം എന്താണ്? ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ധനലക്ഷ്മി ഗ്രൂപ്പിൻ്റെ ആദ്യ പ്രവർത്തനം തന്നെ നമ്മൾ ചാരിറ്റി കൂടി തന്നെ വന്നു. ഞങ്ങളെല്ലാം സൗഹൃദം ഉണ്ടാക്കി വെച്ചുള്ളതും ഈ ചാരിറ്റി പ്രവർത്തനത്തിൽ നമ്മൾ ഉള്ള ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ശരിക്കും ധനലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടുന്ന് നമ്മുടെ 2020 ഞങ്ങൾ ധനലക്ഷ്മി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന് പിന്നെ കൊല്ലം നമ്മൾ ഒരു സമൂഹഭാഗം നമ്മുടെ വടക്കുന്നാഥ് ഗ്രൗണ്ടിൽ നടത്തുന്നുണ്ടായി. അത് എല്ലാ മാധ്യമങ്ങൾക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധനലക്ഷ്മി അവിടെയാണ് വേറിട്ട് നിൽക്കുന്നത്. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ വേറിട്ട് നിൽക്കാനുള്ള കാരണം നമ്മുടെ ഈ ചാരിറ്റി തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ സമൂഹം നടത്തി വീണ്ടും നമ്മൾ പല വീട്ടമ്മമാർക്കും തയ്യൽ മിഷൻ കൊടുത്തു. 2024 നമ്മൾ 216 ആദിവാസി യുവതീ യുവാക്കളെ നിരത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് വെച്ചിട്ട് പൗർണിക അമ്പലത്തിൽ വെച്ചിട്ട് നമ്മളൊരു വിവാഹം നടത്തുന്നുണ്ടായി. അതിലൊക്കെ നമുക്ക് കിട്ടുന്ന പ്രചോദനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 216 കുടുംബങ്ങളുടെ ഒരു പ്രാർത്ഥന ഞങ്ങളുടെ ധനലക്ഷ്മി ഗ്രൂപ്പിനുണ്ട്. അറിയാലോ, നമുക്കിപ്പോൾ വളരെയധികം ഏറെ കഷ്ടപ്പെടുന്നൊരു കാലഘട്ടമാണ് ഈ കുട്ടികളുടെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞങ്ങൾക്ക് നടത്തി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ ധനലക്ഷ്മി ഗ്രൂപ്പിൻ്റെ മുതൽക്കൂട്ടും. പിന്നെ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി നടത്തിയ കാലുകൾ അറിയാലോ, കൃത്രിമ കാലുകൾ വെച്ചുകൊണ്ട് ലയൺസ് ക്ലബ്ബും ധനലക്ഷ്മി ഗ്രൂപ്പും കൂടിയിട്ട് ഒരു പദ്ധതി രൂപപ്പെടുത്തി. അവിടെയൊക്കെ കാണുമ്പോഴാണ് നമ്മൾ മനുഷ്യരാണോ, ഈ സാമ്പത്തിക രംഗത്ത് നമ്മൾ പോകുമ്പോൾ, സമ്പത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ സമ്പത്താണോ വലുത്, മറ്റുള്ള കാര്യങ്ങളാണോ വലുത്, നമ്മളത് അവിടെയാണ് പഠിക്കുന്നത്. അതിൻ്റെ കാരണം കാല് ഇല്ലാതെ ഒരു മനുഷ്യൻ നടക്കും. അതൊക്കെ നമ്മൾ കാണുമ്പോഴാണ് ഏത് ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് മുന്നിലൊക്കെ നമ്മൾ ചാരിറ്റി ചെയ്യാൻ നമ്മൾ പ്രചോദനം നൽകും. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡി ഗ്രാൻഡ് ഹോട്ടൽ ആൻഡ് റിസോർട്ടിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഡി ഗ്രാൻഡ് ഹോട്ടലിൻ്റെ നിർമ്മാണം ഏകദേശം ഒരു 90% അതിൻ്റെ പൂർത്തീകരണത്തിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഡിസംബറോട് കൂടി നമ്മളതിൻ്റെ ഫങ്ഷൻ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലാണ് നമ്മുടെ ഗ്രൂപ്പ് എത്തിച്ചേർന്നുള്ളത്. അതുമാത്രമല്ല, ധനലക്ഷ്മി ഗ്രൂപ്പിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മേഖലയാണ് നമ്മുടെ ഈ ഹോട്ടൽ ഗ്രൂപ്പ്. ഞങ്ങൾ ആദ്യമായിട്ട് പോയി സാമ്പത്തിക രംഗത്ത് നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനം.
അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഡിസംബറോടുകൂടി നമ്മൾ നല്ല രീതിയിൽ നിങ്ങളെ എല്ലാവരെയും അറിയിക്കും. ഡിസംബറിൽ നമ്മളത് കമ്മീഷൻ ചെയ്യും. മിസ്റ്റർ സുരാജ് കെ വി, നമുക്ക് എല്ലാവർക്കും അറിയാം ധനലക്ഷ്മി ഫിനാൻസിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഗോൾഡ് ലോണിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു NBFC എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഷെയർ ചെയ്യാമോ? ഈ NBFC മേഖലകളിൽ ഏറ്റവും മൂവ്മെൻ്റ് ഉള്ള ലോണാണ് ഈ ഗോൾഡ് ലോൺ. അപ്പോൾ അത് നമ്മൾ വളരെ ലളിതമായിട്ട് സാധാരണക്കാർ ജനങ്ങളിലേക്ക് എത്തിക്കാവുന്ന ഒരു സ്കീമാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് NBFC മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറ്റുള്ള ചാർജുകൾ, അതേമാതിരി ഡോക്യുമെൻറ്റേഷൻ, അതേമാതിരി പ്രോസസ്സിംഗ് ഫീസ് മറ്റുള്ള NBFCകളെ അപേക്ഷിച്ച് വളരെ ലളിതമാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തി നമ്മുടെ ബ്രാഞ്ചിൽ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പൈസ അവരിലേക്ക് നൽകാൻ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് അതാണ് ധനലക്ഷ്മിയുടെ NBFC എന്ന സ്ഥാപനത്തെ മറ്റുള്ള സ്ഥാപനങ്ങൾ NBFC മേഖലയിലുള്ള മറ്റുള്ള സ്ഥാപനത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, ഇത് വളരെയധികം സെക്യൂർഡിലാണ്. നമ്മളിപ്പോൾ ഇന്ന് 11,235 രൂപയാണ് ഗ്രാമിൻ്റെ ബോർഡർ റേറ്റ്. അതിൽ നിന്നും 3,000-നും 2,500 ഇടയിൽ കഴിച്ചുകൊണ്ട് ബാക്കിയുള്ള എമൗണ്ടാണ് നമ്മളിപ്പോൾ പണപ്പണയായിട്ട് ഒരു ഗ്രാമിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സെക്യൂരിറ്റി നൽകുന്ന ഒരു ലോൺ ഈ മേഖലയിൽ ഇല്ല, ഈ NBFC മേഖലയിൽ. അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് നമ്മുടെ ചെയർമാൻ കൂടെയുള്ള നമ്മുടെ ഡയറക്ടേഴ്സും ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത് ഇനിയുള്ള തുടർന്ന് NBFC ഗോൾഡ് ലോൺ എന്ന കാര്യം മാത്രമാണ് മുൻനിർത്തിക്കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ മെയിൻ കാരണം. അപ്പോൾ നമുക്ക് അത്രയും വിശ്വസ്തയോടുകൂടി ആത്മാർത്ഥമായിട്ടും പ്രവർത്തിക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് ധനലക്ഷ്മിയെ മറ്റുള്ള NBFCകളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. മിസ്റ്റർ സുനിൽകുമാർ, നമുക്ക് എല്ലാവർക്കും അറിയാം ധനലക്ഷ്മി ഫിനാൻസ് എന്ന് പറയുന്നത് അതിവേഗം വളർച്ച വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഈ ഒരു വളർച്ചയ്ക്ക് പിന്നിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ ഒരു കാരണം എന്ന് വെച്ചാൽ 2020 ഞങ്ങൾ തുടങ്ങുമ്പോൾ സാധാരണ ജനങ്ങളിലേക്കുള്ള അവർക്ക് ഉപകാരപ്രദമായ ലോണുകളും അവർക്ക് അവരുടെ സാമ്പത്തിക ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടാവുന്ന മാതിരിയുള്ള ഡെപ്പോസിറ്റുകളും സ്കീമുകളും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വന്നിരുന്നത്. പിന്നത്തെ ഒരു കാരണം, നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എടുക്കുന്ന ഏത് തീരുമാനങ്ങളും നമ്മൾ പെട്ടെന്ന് അത് ജോലിക്കാരിലേക്കായാലും പൊതുജനങ്ങളിലേക്കായാലും പെട്ടെന്ന് അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളൊരു, എത്രയും സ്പീഡിൽ അത് അവതരിപ്പിക്കുക എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ തുടർന്ന് പോകുന്നത്. അത് തന്നെയാണ് ഇത്രയും സ്പീഡായിട്ടുള്ള വളർച്ചയ്ക്ക് കമ്പനിയുടെ കെട്ടുറപ്പിനും